ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ലാലേട്ടനെ കുറിച്ചാണ്, ലാലേട്ടൻ സിനിമകളെ കുറിച്ചാണ്. ഈ വർഷം തുടർച്ചയായി 2 സിനിമകൾ 200 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്തപ്പോൾ നമ്മുടെ മലയാളി സംവിധായകർ, സിനിമാ പ്രവർത്തകർക്ക് മാത്രമല്ല അന്യഭാഷാ സിനിമാ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ഡിമാൻഡ് നേടിയെടുത്ത താരമാണല്ലോ ലാലേട്ടൻ. ഇപ്പോഴത്തെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ റിലീസോടുകൂടി ഹാട്രിക് വിജയം നേടിയെടുക്കുക, അതും വലിയ ബിസിനസ് കളക്ഷൻ നേടിയെടുക്കുക. കൂടാതെ അതിന് പിന്നാലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി നേടിയെടുത്ത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികൾക്കിടയിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുന്നതോടെ ലാലേട്ടൻ വലിയ ഡിമാൻഡ് നേടിയെടുത്തിരിക്കുകയാണ്. ലാലേട്ടന്റെ ഡിമാൻഡ് വേറെ ലെവലിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ റൂമേഴ്സ് വന്ന ലാലേട്ടന്റെ വിവിധ പ്രൊജക്ടുകളിലേക്ക് വരികയാണെങ്കിൽ, തമിഴിലേക്ക് വരികയാണെങ്കിൽ, തമിഴ് സിനിമയിൽ അജിത്തിനോടൊപ്പം ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന റിപ്പോർട്ട്സ് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണല്ലോ. ഇപ്പോഴത്തെ അജിത്തിനോടൊപ്പം മാത്രമല്ല ലാലേട്ടന്റെ ആരാധകൻ കൂടി ഈ തമിഴിലെ ധനുഷിനോടൊപ്പം ഒരു സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സിനിമ ധനുഷിന്റെ സിനിമയായിരിക്കില്ല, മൾട്ടി സ്റ്റാർ പ്രൊജക്റ്റ് ആണ് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. തമിഴ് സിനിമ അതല്ലെങ്കിൽ തമിഴ് തെലുഗു ബൈലിംഗ്വൽ സിനിമയാകാൻ സാധ്യതയുണ്ട്. പ്രൊജക്റ്റിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ കഴിഞ്ഞ വർഷത്തെ വലിയ തരംഗമായ തെലുഗു സിനിമ ഹനുമാൻ എന്ന സിനിമയുടെ സംവിധായകൻ പ്രശാന്ത് വർമ്മ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ലാലേട്ടനെ കണ്ട ഒരു പ്രൊജക്റ്റുമായി ഡിസ്കഷൻ നടത്തുമെന്ന് ഇക്കഴിഞ്ഞ ദേശീയ ചലച്ചിത്ര പുരസ്കാര അവാർഡ് വേദിയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അടുത്തതായിട്ട് ജയ് ഹനുമാൻ എന്ന സിനിമയാണ് പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്യുന്നത്. ഇനി ലാലേട്ടന്റെ മലയാളം പ്രൊജക്റ്റിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ ഒരു തവണ പരാജയപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ദിലീഷ് പോത്തൻ, ഒപ്പം തന്നെ ലാലേട്ടൻ സിനിമ ചർച്ച. ഇപ്പോഴത്തെ മറ്റൊരു പ്രൊജക്റ്റുമായിട്ട് ദിലീഷ് പോത്തൻ എത്തിയപ്പോൾ ആ പ്രൊജക്റ്റിനോട് വളരെയധികം പോസിറ്റീവ് നോട്ട് ലാലേട്ടൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചർച്ച കൂടി ബാക്കിയുണ്ട്. ആ ചർച്ച കൂടി വിജയകരമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദിലീഷ് പോത്തൻ ലാലേട്ടൻ കോംബോയിൽ ഒരു സിനിമ വന്നേക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ബോളിവുഡിലേക്കും ലാലേട്ടൻ പോകാനായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയദർശന്റെ ഹൈവാൻ എന്ന സിനിമയിലെ കാമിയോ റോൾ അല്ലാതെ മറ്റൊരു ബോളിവുഡ് സിനിമയിൽ കൂടി ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഇനി ഏതാണ് ആ സിനിമ, ഏതാണ് ആ പ്രൊജക്റ്റ് എന്നൊക്കെയാണ് അറിയേണ്ടത്. അതും വരും മാസങ്ങളിൽ തന്നെ അറിയുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആകെ മൊത്തത്തിൽ ലാലേട്ടൻ വലിയ തിരക്കുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ലാലേട്ടന്റെ ഓരോ സിനിമകളുടെ വൻ അപ്ഡേറ്റുകൾ അറിയുവാനായിട്ട്.